ഒരു വർഷം ഇറാൻ ഒന്നും അറിഞ്ഞില്ല. തങ്ങളുടെ മണ്ണിൽ തങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന് കോപ്പ് കൂട്ടപ്പെടുന്നുവെന്ന്. മൊസാദിന്റെ പ്ലാനിംഗ് എത്ര കൃത്യമായിരുന്നു. ഇറാനെ ആക്രമിക്കുക, അതും ഇറാനിൽ നിന്നും. ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയാണ് ഇസ്രായേൽ ഇറാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 3:30യോടെയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി. 200 യുദ്ധവിമാനങ്ങൾ കുതിച്ചെത്തി 100ഓളം കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ചു. ഇറാന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും സ്തംഭിപ്പിച്ചു. ഈ ആക്രമണത്തിൽ ഇറാനിലെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ പോർവിമാനങ്ങൾ ആഞ്ഞടിച്ചു. ഇറാനിലുടനീളം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകളും മൊസാദ് തയ്യാറാക്കിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥരും സായുധ സേനാ മേധാവിയും കൊല്ലപ്പെട്ടു. ആണവായുധം എന്ന ലക്ഷ്യത്തിലേക്കായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരുന്ന കേന്ദ്രമായ നദൻസിലേക്കുള്ള ഈ കൃത്യമായ ആക്രമണം ലോകം അത്ഭുതത്തോടെയാണ്, ആശങ്കയോടെയാണ് കണ്ടത്. തിരിച്ചടിച്ചു കഴിഞ്ഞു ഇറാൻ. ടെൽ അവീവിൽ വലിയ സ്ഫോടനങ്ങൾ സംഭവിച്ചു. ശരിക്കും യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു പശ്ചിമേഷ്യയിൽ. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ ജോസ് സ്ലീബ, ശ്രീ സജിമോൻ ആന്റണി, ശ്രീ സ്റ്റീഫൻ, ഒപ്പം ശ്രീ ജോസഫ് ആന്റണി എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, ഈ ഇസ്രായേലിനെതിരെയുള്ള തിരിച്ചടി ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു. അത് കാര്യമായി തന്നെ സംഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. കാഷ്വാലിറ്റീസ് വളരെ കുറവാണ്. 3 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇറാന് ലഭിച്ച അത്ര തിരിച്ചടി നൽകാനുള്ള സാഹചര്യം ആ രാജ്യത്തിനുണ്ടോ, പ്രത്യേകിച്ചും ഇസ്രായേലിനോട്? ഇറാന് തിരിച്ചടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഇസ്രായേൽ നടത്തിയ, ഇവിടെ സൂചിപ്പിച്ച, പിന്നെ അവരെ ഞെട്ടിക്കുന്ന, ലോകത്തെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അത് ഇസ്രായേലിന് ഇറാൻ്റെ ഏതു ഭാഗത്ത് വേണമെങ്കിലും, ആരെ വേണമെങ്കിലും, എപ്പോൾ വേണമെങ്കിലും കൊല്ലാനോ ആക്രമിക്കാനോ ഉള്ള ശേഷിയുണ്ടെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ തെളിയിച്ചു കഴിഞ്ഞതാണ്. അത് ബാഗ്ദാദിൽ പിന്നെ അവരുടെ സേന IRGC അംഗങ്ങളെ വധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെ ഇറാനിലും ടെഹ്റാനിലും അല്ലാതെ വധിക്കുന്നു. അങ്ങനെ നിരവധി ആളുകളെ ഇതിനുള്ളിൽ തന്നെ, ഈ ജൂൺ 13 ആക്രമണത്തിന് മുമ്പ് തന്നെ നിരവധി നേതാക്കന്മാരെയും നിരവധി ശാസ്ത്രജ്ഞന്മാരെയും പിന്നെ ഇസ്രായേൽ ആരെയൊക്കെ വധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അവരെയൊക്കെ വധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ശേഷി അവർക്ക് ഉണ്ട് എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ ഇറാൻ ഉള്ളിൽ നിന്നുകൊണ്ട്. നമുക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അകലം ഏതാണ്ട് 1700 കിലോമീറ്ററിന് അപ്പുറമാണ്. അപ്പോൾ അങ്ങനെ അത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രിസിഷൻ ആക്രമണം നടത്തണമെങ്കിൽ അത്രയും ദൂരം താണ്ടി വന്ന് നടത്തുക സാധ്യമാണ്. എങ്കിലും എല്ലാം പ്ലാൻ അനുസരിച്ച് നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ആളുകൾ തന്നെ അവിടെ നിന്നുകൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആക്രമണത്തിൽ ഈ ഇറാൻ്റെ സൈനിക നേതാക്കന്മാർ, ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വധിക്കുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ ഇല്ലാതാക്കുന്നു, ന്യൂക്ലിയർ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും അതിവിപുലമായ തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോൾ അതിനെതിരായി പ്രതികരിക്കാതിരിക്കാൻ ഇറാന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ തിരിച്ചടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും, തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ദുർബലമായിരിക്കുന്ന ഇറാനാണ് വാസ്തവത്തിൽ ഇപ്പോഴുള്ളത്. ഈ ഇസ്രായേലിനെ പോലെ കരുത്തുള്ള, അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ സാമ്പത്തിക ശേഷിയുള്ള, സൈനിക ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നേടാൻ കഴിഞ്ഞിട്ടുള്ള രാജ്യമല്ല ഇപ്പോൾ. അപ്പോൾ ഒന്നാമത് അവർ ഇപ്പോൾ കഴിഞ്ഞ 10-20 മാസമായി പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ അവർ നൽകിയിരുന്ന ഹമാസ്, ഹൂതി, ഹെസ്ബുള്ള മുതലായ ആളുകൾക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു. അവരെല്ലാം ദുർബലമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും ദുർബലമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായും സൈനികമായും ഒക്കെ ദുർബലമായി നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ പോലും അവർക്ക് തിരിച്ചടിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം കൂടി കാണേണ്ടത്, ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അമേരിക്കയുടെ കുവൈറ്റിലും ബഹ്റൈനിലും ഇറാഖിലും മറ്റുമുള്ള അമേരിക്കൻ താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ
സാഹചര്യത്തിൽ ഒരു കാരണവശാലും രണ്ട് പോർമുഖങ്ങൾ തുറക്കാൻ ഇസ്രായേലിനുള്ള കരുത്തില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്കെതിരായി കൂടി അവർ ആക്രമണം നടത്തിയാൽ പിന്നെ ഇറാൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായി മാറുമെന്നുള്ള സംശയമില്ല. കാരണം വെച്ചാൽ ഈ ആക്രമണത്തിലൂടെ ഈ നെതന്യാഹു ലക്ഷ്യമിടുന്നതും അമേരിക്കയെ കൂടി ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് തീർച്ചയായിട്ടും അത്തരമൊരു തീക്കളിക്ക് ഇറാൻ തയ്യാറാവത്തില്ല. ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുക ഇസ്രായേലിനെ മാത്രം തിരിച്ചടിക്കാനായിരിക്കും. അങ്ങനെയുള്ള തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഇതിനുള്ള ശേഷി എത്രത്തോളം ഈ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ട് പോകാനുള്ള ശേഷി ഇറാൻ ഉണ്ട് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിലെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഇപ്പോഴെങ്ങും തീരാൻ പോകുന്നൊരു യുദ്ധമല്ല. തീർച്ചയായും അതാണ് ശ്രീത്ത്. ഇവിടെ അമേരിക്കയ്ക്ക് പോലും മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ, കൂടുതൽ സഹായങ്ങൾ ഇസ്രായേലിന് ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്കും കൂടുതൽ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം നോർത്ത് കൊറിയ, പാകിസ്ഥാന്, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ ഇറാന് ഉണ്ട്. പക്ഷേ തരത്തിലുള്ള പ്രശ്നങ്ങളിലും പെട്ടുകിടക്കുന്ന പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഒരു രാജ്യത്തിന് എത്രത്തോളം തിരിച്ചടി, ഇപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഇസ്രായേൽ സംഭവിച്ചതൊക്കെ, ടെല്ലവീവിലൊക്കെ ഒരുപാട് സ്ഫോടനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കാഷ്വാലിറ്റീസ് ഒക്കെ അതൊക്കെ സ്റ്റീഫൻ പറയും, സ്റ്റീഫൻ അവിടെ നേരിട്ട് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ളൊരു തിരിച്ചടിക്ക് ഇറാന് ശേഷിയുണ്ടോ? ഈ യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ശ്രീ രഞ്ജിത്ത്, ഇത് തിരിച്ചടിക്കാനുള്ള പൂർണ്ണമായ ശേഷി ഇറാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം നമ്മൾ വെപ്പൺസിൻ്റെ മൈറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്പേഴ്സിൽ കൂടുതലായിട്ട് വരുന്നത്, എക്സീഡ് ചെയ്യുന്നത് ഒക്കെ തന്നെ ഇറാനായിരിക്കാം. പക്ഷേ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ടാക്ടിക്കലായിട്ടുള്ള കപ്പാസിറ്റിയുടെ ആ ഒരു എഡ്ജിൻ്റെ ഒക്കെ കാര്യത്തിൽ കൂടുതൽ മുന്നിൽ ഇസ്രായേലാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. തന്നെയുമല്ല, ഇവിടെ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ന്യായവും കാരണങ്ങളും ഉണ്ട്. നമുക്കറിയാം 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അതുവരെ അംഗീകരിച്ചിരുന്ന ഇസ്രായേൽ എന്ന സ്റ്റേറ്റിനെ, അങ്ങനെ ഒരു രാജ്യത്തിനെ ഇറാൻ ഇനി മുതൽ അംഗീകരിക്കുന്നില്ല എന്ന് അവർ ഔദ്യോഗികമായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ സമയം മുതൽ അവിടെ എടുക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകരുത് എന്നാണ്. അതിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇങ്ങനെ ഒരു രാജ്യത്തിന് ഒരു രാജ്യമായി നിലനിൽക്കാനുള്ള ഒരു അവകാശവും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റഡ് പോളിസി ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അത്രത്തോളം ഹോസ്റ്റിലിറ്റി അവർക്ക് ഇസ്രായേലുമായിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഗ്രൂപ്പുകൾക്ക്, പ്രത്യേകിച്ച് ഹമാസ്, ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള തുടങ്ങിയ ആൾക്കാർക്ക് വലിയ പിന്തുണ നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പോൾ അവരെല്ലാവരും ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് അതിന് പിന്നിൽ ഇറാൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നേരിട്ട് അവർ പോയി ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള മറ്റ് ആക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അവിടെ ഇസ്രായേലിന് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അടുത്തത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരൊരു നിലനിൽക്കേണ്ടുന്ന രാജ്യമല്ല എന്നിവർ തീരുമാനിച്ചതോടുകൂടി ഇങ്ങനെ ഒരു രാജ്യത്തിനുള്ള എല്ലാവിധ ഔദ്യോഗിക പിന്തുണകളും പിൻവലിച്ചിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. പക്ഷെ അത്ര പ്രകോപനം ഉണ്ടായിട്ടും ഇറാൻ നമ്മുടെ ഈ ലോകത്ത് നിലനിൽക്കേണ്ടുന്ന ഒരു രാജ്യമാണ് എന്നും അവരുടെ സോവറിനിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇസ്രായേലിനില്ല. അപ്പോൾ ഇവിടെ ഇറാൻ ഒരു ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ഇസ്രായേൽ തിരികെ ഇറാനോട് അതല്ല ചെയ്യുന്നത്, മറിച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക്, അതേപോലെയുള്ള സോവറിനിറ്റി ഉള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇറാൻ്റെ എക്സിസ്റ്റൻസിനെ അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. രണ്ട്, ഈ ഇറാൻ നമ്മളുടെ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ NPT കണ്ടീഷൻസ് ഉണ്ട്, ഈ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയാണ്. അപ്പോൾ അതിൽ മെമ്പറായിട്ടുള്ള, അതിൽ സിഗ്നറ്ററി ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ എത്രത്തോളം ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്, സിവിലിയൻ കാര്യത്തിന് എത്ര ഉപയോഗിക്കുന്നുണ്ട്, മിലിറ്ററി കാര്യത്തിന് എത്ര ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇവർ ഈ ബോഡിക്ക്, ഈ ഇന്റർനാഷണൽ എനർജി ഏജൻസിക്ക്, ന്യൂക്ലിയർ എനർജി ഏജൻസിക്ക് ഇവർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കേണ്ടതാണ്. അവരുടെ വളരെ പീരിയോഡിക്കായിട്ടുള്ള ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഫെസിലിറ്റി അവൈലബിൾ ആക്കേണ്ടതാണ്. അങ്ങനെയുള്ള ന്യൂക്ലിയർ ഒബ്ലിഗേഷൻസ് ഒന്നും തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ ഇറാൻ പാലിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഈ ജൂൺ 13 ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ അതിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. കാരണം ഈ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഗവർണേഴ്സിന്റെ ബോർഡിന്റെ ഒരു മീറ്റിംഗ് ജൂൺ 12 നടന്നു. 35 പേരാണ് ആ ബോർഡിലുള്ളത്. അവർ കണ്ടെത്തിയിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ഇറാനെതിരെ ഉള്ളത് കൊണ്ട് ഇറാൻ നോൺ കംപ്ലൈൻ്റ് ആണ് എന്നവർ പ്രഖ്യാപിച്ചു. കാരണം കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഒറ്റ എക്സ്പ്ലനേഷനും അവിടെയുള്ള യുറേനിയം എൻറിച്ച്മെന്റിനെ പറ്റിയിട്ട് ഈ ഏജൻസിക്ക് ഇറാൻ കൈമാറുന്നില്ല. തന്നെയുമല്ല, ഇവർ ഈ ഒരു കണ്ടീഷണൽ NPTയിൽ ഇവർ സിഗ്നറ്ററി ആയതുകൊണ്ട് തന്നെ
അതിൻ്റെ ഒരു കോഡ് അനുസരിച്ച് 3.1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഏതെങ്കിലും പുതിയ ന്യൂക്ലിയർ ഫെസിലിറ്റി ആ രാജ്യത്ത് തുറക്കുന്നുണ്ടെങ്കിൽ അത് മിലിറ്ററി ആവശ്യത്തിനാണെങ്കിലും സിവിലിയൻ ആവശ്യത്തിനാണെങ്കിലും ഇവരുടെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അവർ വിധേയമാക്കണം. പക്ഷെ അതിന് വിധേയമാക്കാത്ത 3 പുതിയ യൂണിറ്റുകൾ, ലാവിസാൻഷിയൻ എന്ന് പറയുന്ന സ്ഥലം, വാരാമിൻ എന്ന് പറയുന്ന സ്ഥലം, പിന്നെ തുർക്കസ്ബാദ്, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇവർ പുതിയ ഫെസിലിറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇവരുടെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് ഇവരെ അനുവദിക്കുന്ന പോലുമില്ല. തന്നെയുമല്ല, ഈ ബോഡിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് 60% പ്യൂരിറ്റിയിലേക്ക് ഇറാൻ എത്തിച്ചിട്ടുണ്ട്. 60% പ്യൂരിറ്റിയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ്, അതായത് വെപ്പൺ ഗ്രേഡ് ന്യൂക്ലിയർ ആംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ സജ്ജരാണ് എന്ന രീതിയിലത്തേക്കും പൊളിറ്റിക്കൽ ട്രസ്റ്റ് അത്രത്തോളം കുറഞ്ഞിരിക്കുകയും ഈ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിൽ സിഗ്നറ്ററി ആയിട്ട് അതിന്റെ കണ്ടീഷൻസ് പാലിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നോൺ കംപ്ലൈന്റ് ആയിട്ട് അവർ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ജൂൺ 12 ഈ പ്രഖ്യാപനം ഉണ്ടാവുകയും ജൂൺ 13 ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഇസ്രയേലിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ ഇല്ലാതെയാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടുന്ന ആക്രമണം നടത്തുക, ആ ഫെസിലിറ്റികളെ ആക്രമിക്കുക, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ആക്രമിക്കുക, സയന്റിസ്റ്റുകളെ ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇതിൽ ഇസ്രയേലിനെ ബ്ലെയിം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. കാരണം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ട്. ഈ രാജ്യം ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ്, ഇവരെ അംഗീകരിക്കുന്നവരല്ല, ഇവരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണമെന്ന് പറയുന്നവരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്തുണ കൊടുക്കുന്നവരാണ്. തന്നെയുമല്ല, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഡെവലപ്മെന്റ് പ്ലാൻ പോലും അവർക്കില്ല. അപ്പൊ അങ്ങനെയുള്ള മിലിറ്ററി ന്യൂക്ലിയർ ഫെസിലിറ്റി, ഇപ്പൊ നമ്മൾ ഇന്ത്യ അതിൽ സിഗ്നറ്ററി ആണെന്ന് ചോദിച്ചാൽ ഇന്ത്യ അതിൽ പൂർണ്ണമായിട്ട് സിഗ്നറ്ററി അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ലോ ത്രെട്ടാണ് എന്ന രീതിയിലത്തേക്ക് ഈ ബോഡി തന്നെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ്. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സിവിലിയൻ ആയിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള ന്യൂക്ലിയറിന്റെ ഫെസിലിറ്റികളെ നമ്മൾ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. നമ്മുടെ ആംസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ NPT സൈൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ആർക്കും ത്രെട്ട് ഉണ്ടാക്കുന്നില്ല, രഹസ്യമായിട്ട് നമ്മളുടെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാക്കുന്നില്ല. പക്ഷേ മനസ്സിലാക്കുന്ന ശ്രീത്ത്, ഈ ചില സമാധാന ചർച്ചകൾ ഇപ്പോൾ ഒമാന്റെയൊക്കെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ ഇറാനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്തും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് തീരുമാനവും എടുക്കാം, അതായത് ഇനി മുന്നും പിന്നും നോക്കേണ്ട അവസ്ഥയില്ല ഇറാൻ എന്ന തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ മാറുന്നില്ലേ? കാരണം ആക്രമണം നടന്നു കഴിഞ്ഞു, ഇനിയും ആണവായുധ നിർമ്മാണത്തിലേക്കടക്കം പോകാം, തങ്ങൾക്ക് എന്തിനും ഏത് തരത്തിലും തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തരത്തിലേക്ക് കൂടി ഇറാൻ മാറുന്ന ഒരു ഭയാനകമായ സാഹചര്യം കൂടി ഈ ആക്രമണം ബോധ്യപ്പെടുത്തുന്നില്ലേ? അല്ല, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടും ഇനി ആംസിന്റെ കാര്യത്തിലാണെങ്കിലും വെപ്പൺട്രിയുടെ കാര്യത്തിലാണെങ്കിലും വലിയ പിന്തുണ ഹമാസ് പോലെയുള്ള ഹിസ്ബുള്ള പോലെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് നൽകുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് അവരെ ഒരു ന്യൂക്ലിയർ കേപ്പബിൾ രാജ്യമായി മാറുക എന്ന് പറയുന്നത് കേവലം ഇസ്രായേലിന് മാത്രമുള്ള ഒരു ത്രെട്ടല്ല, മറിച്ച് ഈ മേഖലയെ മൊത്തത്തിൽ തന്നെ സാരമായി ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു ത്രെട്ടാണ്. അതല്ല എങ്കിൽ ഇന്ത്യയെ പോലെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ന്യൂക്ലിയർ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് അവർ മാറുകയും അന്താരാഷ്ട്ര രംഗത്ത് അവർക്ക് ആ ഒരു വിശ്വാസ്യത ഉണ്ടാവുകയും ചെയ്യണമായിരുന്നു. പക്ഷേ ഇത് നോക്കൂ, ഇവരൊരു സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ഏജൻസിക്ക് പോലും ഇവരെ വിശ്വാസമില്ല എന്ന് വന്നാൽ അവരുടെ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അങ്ങേയറ്റം വിനാശകരമായ രീതിയിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നുവെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം അവര് ഈ ന്യൂക്ലിയർ വെപ്പൺസ് അവർ ഡെവലപ്പ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ എക്സിസ്റ്റൻഷ്യൽ കൺസേൺ മാത്രമല്ല, ഞാൻ പറഞ്ഞത് നെയ്ബറിംഗ് ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ ഈ ഒരു ഏരിയയിൽ, ഈ ലോകത്ത് ഈ ഒരു പറയുന്ന ജിയോ പൊളിറ്റിക്കൽ റീജിയന്റെ തന്നെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ കംപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ അവർ ചെയ്യേണ്ടത് അവർ ഇതിനുവേണ്ടി പൂർണ്ണമായി സഹകരിക്കാമെന്ന് പറയുകയും അവരുടെ ഈ പുതിയ ഫെസിലിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും അവർ ഡിക്ലെയർ ചെയ്യുകയും അവരുടെ യുറേനിയം എൻറിച്ച്മെന്റ് ഏത് പ്യൂരിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, അത് വെപ്പൺ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ കപ്പാസിറ്റി, അവരുടെ ഉദ്ദേശം എന്താണ്, എവിടെ അവർ സ്റ്റോർ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് അവർ വിധേയമാകണം. അതല്ല ഒന്നുമല്ല എങ്കിൽ ഇവർ ഈ പറയുന്ന എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുകയെങ്കിലും വേണം. ശരി, തീർച്ചയായും സജീവൻ ആന്റണി, തങ്ങളുടെ എക്സിസ്റ്റൻസിന് പ്രശ്നം വന്നപ്പോൾ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകി. ഈ ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ അവരുടെ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അണവായുധം സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് മുന്നോട്ട് പോകുന്നു. 99% കാര്യങ്ങൾ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമ്പോൾ ഇസ്രായേൽ പോലെ ഒരു രാജ്യം അമേരിക്കൻ പിന്തുണയോടെ നടത്തിയ ഒരു ആക്രമണം അതിനെ ന്യായീകരിക്കാവുന്ന ഒന്നായി താങ്കൾ കാണുന്നുണ്ടോ? ഇനിയും ഇതിനുള്ള പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് കരുതുന്നുണ്ടോ? ശ്രീ രഞ്ജിത്ത്, തീർച്ചയായും വളരെ സങ്കീർണമായ ഒരു സബ്ജക്റ്റാണ് ഇത് ടോപ്പിക്. കാരണം അറബ് മേഖല എന്ന് പറയുന്നത് ഒരു വൺ ഷോട്ട് ആൻസർ ഇല്ലാത്ത ഒരു മേഖല തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് പെട്ടെന്ന് നോക്കാം, പുറകോട്ട് പോയി നോക്കാം. മുമ്പേ ശ്രീജിത്ത് പറഞ്ഞു 79 ഇസ്ലാമിക് റെവല്യൂഷന്. എനിക്ക് തോന്നുന്നത് അതിലൊരു കുറേ വർഷം കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ 1947
ഈ 2 സ്റ്റേറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്ത് 13 രാഷ്ട്രങ്ങൾ അതിനെ അനുകൂലിക്കാതിരുന്നെങ്കിൽ അതിൽ ഒരു രാഷ്ട്രം ഇറാൻ ആയിരുന്നുവെങ്കിൽ 4-5 വർഷം കൊണ്ട് അവരുടെ സ്റ്റാൻഡ് മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു 1952 53 എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം മജോറിറ്റി നേഷൻ ആയിരുന്നു ഇറാൻ. തുർക്കി ആയിരുന്നു ആദ്യത്തേത്, രണ്ടാമത്തേത് ഇറാനാണ്. അപ്പം അവിടെ നിന്ന് 1952 to 53 തൊട്ട് 1979 വരെ അവർ തമ്മിൽ നല്ലൊരു കോസിങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ആയിട്ടല്ലായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു കൈൻഡ് ഓഫ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. 79 ശേഷം ഇന്ന് വരെ നടന്നുകൊണ്ടിരുന്നത് ഒരു പ്രോക്സി വാർ ആയിരുന്നു. ആ ഒരു പ്രോക്സി വാർ ഇന്ന് ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 4 റീസൺസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോഴത്തെ ഒരു സങ്കീർണമായ ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ആണ്. ഇപ്പൊ നമ്മുടെ 2 വർഷം മുമ്പ് ഹമാസുമായിട്ടുള്ള ഫൈറ്റ് തുടങ്ങി ഇസ്രായേൽ October 7 അതൊരു ഡിസൈഡിങ് ഫാക്ടർ ആയിരുന്നു, ഡിസൈഡിങ് ടൈം ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇസ്രായേൽ കണ്ടത്, അല്ലെ നമ്മൾ ഓരോരുത്തരും കണ്ടത്, ഇസ്രായേലിനെ വളഞ്ഞു നിന്ന് ആക്രമിക്കുന്ന സിറിയയിൽ നിന്നും ഹിസ്ബുള്ളയുടെ പേരിലും അല്ലെ യമനിൽ നിന്ന് ഹൂതിയുടെ പേരിലും ഹമാസിന്റെ പേരിലും ഇങ്ങനെ പല ആംഗിളിൽ ഇസ്രായേലിനെ എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു വിഭാഗവും അതിന് ഒരു പ്രോക്സി ആയിട്ട് അല്ലെങ്കിൽ പുറകിൽ നിന്ന് ആം സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രാറ്റജി സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡർഷിപ്പ് സപ്ലൈ ചെയ്യുന്ന ഒരു ഇറാനിയുമായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അതേ ഒരു സമയത്ത് തന്നെ ഈ ശ്രീത്ത് മുമ്പേ പറഞ്ഞു കൊടുക്കുക തന്നെ ന്യൂക്ലിയർ ആം ട്രീറ്റി വളരെ കൺസേൺ ആയിരുന്നു. ആ ഒരു ഏരിയയിൽ ഇസ്രായേലിന്റെ സ്റ്റാൻഡ് അവർ ഇതുവരെ ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഇല്ലെന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഉണ്ടാക്കാൻ പോവുകയാണ്, അല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സംസാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊണ്ടുകൊണ്ടിരുന്നത് ഈ ഇറാന്റെ കാര്യത്തിലായിരുന്നു. അത് നമ്മളെല്ലാവരും പലതവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ലോകരാഷ്ട്രങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയാണ്. കാരണം പലരും പറഞ്ഞു സൂൺ കപ്പിൾ ഓഫ് ഇയേഴ്സിനകത്ത് ഇറാൻ അത് വരും, അല്ലെങ്കിൽ കപ്പിൾ ഓഫ് മന്ത്സിനകത്ത് ഇറാനകത്ത് വരും. അതിന്റെ ഭാഗമായിട്ട് പ്രീവിയസ് ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഒബാമ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഇറാനുമായിട്ട് ട്രീറ്റി ഉണ്ടാക്കുകയും ആ ട്രീറ്റി ക്യാൻസൽ ചെയ്യുകയും പിന്നെ റീനെഗോഷിയേറ്റ് ചെയ്യുകയും അങ്ങനെ പല കോംപ്ലക്സ് ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞു. മൂന്നാമതായിട്ടുള്ള ഒരു ഇത് പറയുന്നത് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം ട്രംപ് ആ ഒരു ഏരിയയിലേക്ക് നടത്തിയ ഒരു വിസിറ്റും ഒരു പരിധി വരെ ഇസ്രായേല് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. കാരണം ട്രംപ് ഇതുവരെ ശത്രുവായിരുന്ന പല രാഷ്ട്രങ്ങളുമായിട്ട് കൈകൊടുക്കുകയും പെട്ടെന്ന് അവിടെ ഒരു മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ അത് സ്ട്രാറ്റജിക്കലി അത് കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തതായിരുന്നു, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തതായിരുന്നു. നമുക്ക് തോന്നിയപ്പം നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും ഇസ്രായേലിനെ മാറ്റി നിർത്തി അല്ലെ ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് ചർച്ച ചെയ്യാതെ ട്രംപ് പല ആക്ഷൻസും എടുക്കുന്നതായിട്ട് കണ്ടു. മേ ബി അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു ഇത്. അപ്പൊ ഇങ്ങനെ വന്ന് കഴിയുമ്പം ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അമേരിക്കയുടെ സ്റ്റാൻഡ് എന്താണ്? അമേരിക്ക അൾട്ടിമേറ്റ്ലി ഇതിനകത്ത് ഡ്രാഗിൻ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കി കാണുമ്പം ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിന് ഈ ഒരു ഫൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. എന്നാൽ ഈ യുദ്ധം ഇവിടെ തുടങ്ങുന്നതിന് മുമ്പുള്ള 2 ദിവസത്തെ ഇവിടുത്തെ മീഡിയയും മറ്റു കമന്റുകളും അല്ലെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ വക്താക്കളുടെ സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊക്കെ തോന്നിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇസ്രായേൽ നടത്തുന്ന ഓരോ കാര്യവും അമേരിക്കയുമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് എന്നുള്ളൊരു പ്രതീതിയാണ് വരുന്നത്. കാരണം വെദർ അമേരിക്കയുടെ പെർമിഷൻ ഉണ്ടേലും ഇല്ലേലും ഇസ്രായേൽ വാസ് കമ്മിറ്റഡ്, അവർ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നു. എന്നാൽ കുറെ ഇൻഫർമേഷൻസ് ഒക്കെ അമേരിക്കയുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അമേരിക്കയിലുള്ള ഇവിടെ നിന്നുള്ള അംബാസിഡേഴ്സും അല്ലെങ്കിൽ പ്രതിനിധികളും അവരുടെ ഫാമിലിയും അങ്ങനെയുള്ള നോൺ എസെൻഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ വളരെ എമർജൻസി ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരൊക്കെ തിരിച്ചു വരണമെന്നും റീലൊക്കേറ്റ് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. എനിക്കറിയാൻ കഴിഞ്ഞത് അമേരിക്കയുടെ ഈ ഒരു മെസ്സേജ് ഇൻഡയറക്ട്ലി സ്വിറ്റ്സർലൻഡിന്റെ എംബസി ഇറാനെയും അറിയിച്ചതായിട്ടാണ് എനിക്ക് അങ്ങനെയുള്ള ന്യൂസ് റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവൻച്വലി ഇറാന്റെ ശ്രമം അമേരിക്ക ഇതിൽ ഡ്രാഗ് ചെയ്യണമെന്നതാണ് ആസ് വി സ്പീക്ക് നൗ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. മീൻസ് മിസൈൽസ് വരുമ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഉള്ള ഇൻഡയറക്റ്റ് സപ്പോർട്ട് കൊടുക്കും. എന്നാൽ ഡയറക്റ്റ് സപ്പോർട്ട് ഒരു ഫൈറ്റിലേക്ക് വരാതിരിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മുടെ ഇസ്രായേലിലെ സ്നേഹിതൻ ശ്രീ സ്റ്റീഫൻ കൂടി ചേരുന്നുണ്ട് നേരിട്ട്. സ്റ്റീഫൻ, മിനിഞ്ഞാന്ന് മുതൽ വലിയ ആക്രമണം സംഭവിച്ചിരുന്നു. ഇന്നിപ്പോൾ തിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ടെല്ലവീവിലും മറ്റും സംഭവിച്ചു എന്നുള്ളതാണ്. എന്താണ് സാഹചര്യം? ഇപ്പോഴും ബങ്കറിൽ തന്നെയാണോ സ്റ്റീഫൻ ഉള്ളത്? നിലവിൽ ഇപ്പോൾ അങ്ങനെ ബങ്കറിലൊന്നും അല്ല. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ അത്ര വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സാധാരണ ജനജീവിതം സാധാരണ പോലെ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. സംഭവിച്ചത് അതായത് വെളുപ്പിന് 3 മണിക്കായിരുന്നു അവിടുന്ന് ഒരു ഏകദേശം 100ഓളം ഡ്രോൺസ് അവർ
വിട്ടിരുന്നു. പക്ഷെ അതൊന്നുപോലും ഇസ്രായേലിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഡിസ്ട്രോയ് ചെയ്തു. പക്ഷെ നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇന്നലെ രാത്രിയിലാണ്. ഇന്നലെ രാത്രി ഏകദേശം 8 മണിക്കോടുകൂടി ബാലിസ്റ്റിക് മിസൈൽ വന്നതിന് ശേഷമാണ് ടെല്ലവീവ് അടക്കമുള്ള സ്ഥലങ്ങൾ മുമ്പ് തൊട്ടേ ഇവരുടെ ടാർഗറ്റ് ടെല്ലവീവ് ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ മിസൈൽസ് വന്ന് വീണിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെല്ലവീവ് ഭാഗങ്ങളിലും ജെറുസലേം ഭാഗങ്ങളിലുമാണ്. പക്ഷേ ഈ ഇന്നലെ 2 കാഷ്വാലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ ഒരു അറ്റാക്കിലാണ് ഒരു കാഷ്വാലിറ്റി, മൊത്തം 3 കാഷ്വാലിറ്റി ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലുള്ള അത്ര വലിയ ഒരു പ്രശ്നങ്ങൾ നിലവിൽ ഇവിടെ ഇല്ല. അതായത് ഈ ആക്രമണത്തിന് ശേഷം ഉടൻ തന്നെ ഡ്രോണുകൾ പറന്നെത്തി അതിനെ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് പൂർണ്ണമായും തകർക്കാൻ പറ്റി, കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. പക്ഷേ ഈ ബലിസ്റ്റിക് മിസൈലുകൾ വന്നപ്പോഴേക്കും പ്രശ്നങ്ങളായി അല്ലേ? അതെ, ഈ ബാലിസ്റ്റിക് കൂടുതലും ഇവിടെ ഡ്രോൺ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് ഇവിടെ എഫക്ട് ചെയ്യാറില്ല. കൂടുതലും നമുക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ഈ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടത് ഒരുപാട് കെട്ടിടങ്ങൾ തകർന്ന കാഴ്ചകൾ, കാറുകൾ തകർന്നു കിടക്കുന്ന കാഴ്ചകൾ, ആളുകളൊക്കെ നിലവിളിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും മറ്റും ചെയ്തു. രഞ്ജിത്ത്, അതിന്റെ യഥാർത്ഥ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇന്നലെയും ഇന്നും ഇവിടുത്തെ ഷബാത്താണ്, ഇവിടുത്തെ ഹോളിഡേ ആണ്. അപ്പൊ നോർമലി എല്ലാവരും വീടുകളിൽ തങ്ങുന്ന ഒരു സന്ദർഭമാണ്. വാഹനങ്ങളെല്ലാം അവരവരെ വീടുകളിൽ തന്നെ ഉണ്ടാവും. എല്ലാവരും പുറത്തേക്ക് യാത്ര ചെയ്യുന്നില്ല, എല്ലാവരും വീടുകളിൽ തന്നെ ഉണ്ടാവും. അപ്പം എന്നിട്ട് കൂടിയും ഈ ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഊഹിക്കാമല്ലോ. അത് ഇന്നലെ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം 70ഓളം ആൾക്കാർക്ക് ഇഞ്ചേർഡ് ആണ്. ഈ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് തുടർച്ചയായി ഉണ്ടോ സ്റ്റീഫൻ? സൈറനുകൾ മുഴങ്ങുന്നതോ കേൾക്കാം. ഇപ്പം ഈ ബാലിസ്റ്റിക് മിസൈൽ വരുന്നതിന് ഇപ്പൊ പുതിയ അഡ്വാൻസിങ് ആയിട്ട് ഇവരുടെ ഈ അയൺ ഡോമിന്റെ ഒരു പുതിയ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും. ബാലിസ്റ്റിക് മിസൈൽ നമുക്കിവിടെ പതിക്കുന്നതിന് ഒരുപാട് മിനിറ്റുകൾക്ക് മുമ്പേ തന്നെ നമുക്ക് അലാറം വീഴാറുണ്ട്. അതിനുശേഷം മാത്രമേ ഈ സാധനം ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് ഇവിടെ നേരിട്ട് വരികയുള്ളൂ. അതിനു മുമ്പ് തന്നെ നമുക്ക് അറിയാനുള്ള സംവിധാനങ്ങളെല്ലാം വളരെ ശക്തമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെക്കുറിച്ചും ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്, അദ്ദേഹം ബങ്കറിനുള്ളിലാണ്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യം വിട്ടു എന്നൊക്കെയാണ്. അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ അറിയുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു വാർത്തയും അങ്ങനെയുള്ള വാർത്തകളെല്ലാം വളരെ തെറ്റാണ്. അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ ഇല്ല. ഈ ബങ്കറുകൾക്കുള്ളിൽ ഒളിക്കുക അല്ലെങ്കിൽ അവിടെ സുരക്ഷാ അഭയം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇത്തരം ആക്രമണം നടക്കുമ്പോൾ പൗരന്മാർ ചെയ്യുന്നത്. അതിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും സജ്ജമാണ് അവിടെ. അതെ, സജ്ജമാണ്. ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, വളരെ ചുരുക്കമാണ്. എന്നിരുന്നാലും എല്ലാ സ്ഥലങ്ങളിലും ബങ്കറിലേക്കാണ് എല്ലാവരും. നമുക്ക് ഇത് IDF-ന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തിന് തൊട്ടു മുമ്പ് തന്നെ IDF നമ്മൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തരും. അത് SMS ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. നിങ്ങൾ ബങ്കറിലേക്ക് ഇത്ര സമയം ഇരിക്കുക എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വരും. ഈ സംഭവവികാസങ്ങളെല്ലാം നടന്നതിന് ശേഷം വീണ്ടും അവരുടെ തന്നെ ഇൻസ്ട്രക്ഷൻ വരും, നിങ്ങൾക്ക് ബങ്കറിൽ നിന്ന് നിങ്ങൾക്ക് ലീവ് ചെയ്യാം എന്നുള്ള മെസ്സേജും അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓഫീസുകളും സ്കൂളുകളും ഒക്കെ ഒരുപക്ഷെ അവധി ദിവസങ്ങളായിരിക്കാം, പക്ഷെ അതിനുശേഷം എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? പ്രവർത്തിക്കാമെന്ന് തന്നെയാണോ? അതെ, ഇപ്പോൾ പ്രവർത്തിക്കാമെന്ന്. പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും ഒന്നും പ്രവർത്തിക്കില്ല. കാര്യം ഇന്ന് ഇവിടെ ഹോളിഡേ ആണ് ഇവിടുത്തെ. നാളെയാണ് നോർമൽ ഇവിടുത്തെ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ ഇന്ന് രാത്രി എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. കാര്യം കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽസ് കൂടുതലും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാം രാത്രിയിലാണ്. അപ്പൊ അതിന്റെ എന്താണ് ബാക്കി ഇമ്പാക്ട് എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. അതാണ് കാത്തിരുന്ന് കാണാം. ശ്രീ ജോസ് ലീബ, നമുക്കറിയാം വലിയ യുദ്ധം പലസ്തീനുമായി നടത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. കഴിഞ്ഞ കുറേ നാളുകളായി അത് സംഭവിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇറാൻ എന്ന മറ്റു രാജ്യത്തെ കൂടി പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്ത് ഇമ്പാക്റ്റാണ് ആ മേഖലയിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇസ്രായേലിന് പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്രമണം മാത്രമാണോ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇസ്രായേലിന് പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലാണ് മാക്സിമം ഉള്ള ഇതൊക്കെ നടക്കുന്നതെങ്കിലും ഇന്ന് രാവിലെ നമുക്ക് ടെല്ലബീബിന്റെ അടുത്ത് റമദ് ഖാൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ എന്റെ ഫ്രണ്ട് താമസിക്കുന്ന അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ട് അവിടെ കാഷ്വാലിറ്റീസും ഉണ്ട്. 3 പേര് മരണപ്പെടുന്നു. ടോട്ടലായിട്ട് ഇസ്രായേലിൽ 3 പേര് മരണപ്പെട്ടതാണ് ഇസ്രായേലിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിവരം എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ദുബായിൽ സ്റ്റക്കായിട്ടിരിക്കുവാണ് ഇപ്പം. ഇസ്രായേലിലേക്ക് എയർപോർട്ട് അടച്ചുകൊണ്ട് പോകാൻ പറ്റാതെ. ഇവിടെ തന്നെ എയർപോർട്ടിൽ നിന്ന് വേറെ ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകേണ്ട 6-7 പേരും ദുബായിൽ ഇപ്പം ഉണ്ട്. പോകാൻ പറ്റാതെ ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്.
ഈ പലസ്തീനുമായിട്ടുള്ള അറ്റാക്കിൽ നമുക്കറിയാം, ഇത് ഈ ഹമാസിന്റെ യുദ്ധം നടന്ന സമയത്ത് നിന്നും വളരെ ലിബറൽ ആയിട്ട് എല്ലാ ബോർഡറുകളും ഓപ്പൺ ചെയ്ത് ആളുകൾ പരസ്പരം അങ്ങോട്ടും, പലസ്തീനുകൾ ഇസ്രായേലിലേക്ക് വരികയും തിരിച്ചങ്ങോട്ട് പോകുന്ന ബോർഡറുകളൊക്കെ ഓപ്പൺ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഇറാൻ അറ്റാക്ക് ഉണ്ടായ സമയമായതുകൊണ്ട് ചില പലസ്തീൻ സിറ്റീസിലേക്കുള്ള ബോർഡറുകളെല്ലാം വീണ്ടും ക്ലോസ് ചെയ്തു. അതേപോലെ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്ന പലസ്തീനിയൻസ് ഉപയോഗിക്കുന്ന ബോർഡറുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നുകൂടി സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും കൂടെ ടൈറ്റൻ ചെയ്തു. പിന്നെ എല്ലാം അറിയുന്ന പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇത് ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ എല്ലാം സെക്യൂരിറ്റീസ് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. പതിവിലും വിപുലമായ ഒത്തിരി മിലിറ്ററി ആളുകളും എല്ലാം ബസ് സ്റ്റേഷനിലൊക്കെ നിൽക്കുന്നുള്ളതായിട്ടാണ് അവിടെ നിന്നുള്ളവർ പറയുന്നത്, സുഹൃത്തുക്കൾ പറയുന്നത്. താങ്കൾ ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ ദുബായിലാണല്ലേ? ഇപ്പൊ ദുബായിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ബാക്കിയുള്ള 6-7 പേരും ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്, ദുബായിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതേപോലെ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് വെക്കേഷൻ വരാനിരിക്കുന്നവർ അവിടെയും ടിക്കറ്റ് എടുത്ത ആളുകളെല്ലാം അവിടെയും സ്റ്റക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ആളുകളുടെ മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് രാവിലത്തെ ലാസ്റ്റ് അറ്റാക്കിന് ശേഷം പിന്നീട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല, അധികം സൈറൻസ് ഒന്നും വന്നിട്ടില്ല. സ്റ്റീഫൻ പറഞ്ഞ പോലെ രാത്രിയിലാണ് സാധാരണ അറ്റാക്കുകൾ സംഭവിക്കുന്നത്. ഇന്ന് രാത്രി കൂടി കഴിയണം. അതെ, ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പറയാൻ പറ്റൂല. അവർ ഏത് സമയത്താണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സമയം അതിന് നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. ഡിപ്പെൻസ്, എപ്പോഴാണോ അവർ അറ്റാക്ക് ചെയ്യുന്ന ആ സമയത്ത് അവർ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ ഇസ്രായേൽ ആണെങ്കിലും അങ്ങനെ ഇന്ന് രാത്രി നിന്നൊന്നുമില്ല, ഏത് സമയമാണോ അവർ അതിന്റെ മിലിറ്ററിയുടെ സിസ്റ്റം ആണല്ലോ അത്. നമുക്ക് അതിനെപ്പറ്റി അറിവില്ല ഇപ്പൊ ഏത് സമയത്താണ് അറ്റാക്കുകൾ നടക്കുന്നതെന്നുള്ളത്. തൽക്കാലം ഇസ്രായേലിലേക്കുള്ള യാത്രയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇല്ല അല്ലേ? ഇല്ല, ഈ എയർപോർട്ട് എന്ന് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷനും ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു അധികം നീളാനുള്ള സാധ്യത കാണുന്നില്ല. ശരി, തിരിച്ചു വരാം. ജോസഫ് ആന്റണി, ഇന്ത്യക്ക് നമുക്കറിയാം ഇറാനുമായും വളരെ അടുത്ത ബന്ധമുണ്ട്. നമ്മളവിടെ ഒരു തുറമുഖമടക്കം നമ്മൾ ദശലക്ഷക്കണക്കിന് പണം മുടക്കി അവിടെ ചെയ്തൊരു തുറമുഖത്തിൻ്റെ 10 വർഷത്തെ ഓപ്പറേഷനൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. വലിയ ബന്ധമുണ്ട്. ഇന്ത്യയുടെ ഒരു കോറിഡോർ കൂടിയാണ് ഇറാന്. സമാധാനം വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൺസേൺ ഉള്ളത് ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ? ഇസ്രായേലും നമ്മുടെ സുഹൃത്ത് രാജ്യമാണ്. വലിയ തോതിലുള്ള ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങളടക്കം ഇസ്രായേലുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ ഏത് സ്റ്റാൻഡ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനി സ്വീകരിക്കണം? എന്താണ് നമ്മുടെ ഒരു കൺസേൺ ഈ വിഷയത്തിൽ? ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ കുറച്ച് നാളുകളായി എടുക്കുന്ന സമീപനങ്ങളെ നമുക്ക് രണ്ടായി കാണാം. ഒന്ന്, പൊതുവിൽ ഈ സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഇത് ഒരു യുദ്ധത്തിൻ്റെ അവസരമല്ല എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ലൈൻ. അത് റഷ്യ ഉക്രൈൻ സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞു. കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ പറഞ്ഞു ഈ ജനാധിപത്യം അപകടത്തിലായിരിക്കുകയാണ്, ഒരു ഏകാധിപതി ആക്രമിക്കുകയാണ് യുക്രൈനെ, അതുകൊണ്ട് നിങ്ങൾ യൂറോപ്യൻ കാഴ്ചപ്പാടിൻ്റെ കൂടെ അല്ലെങ്കിൽ അമേരിക്കൻ കാഴ്ചപ്പാടിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ നമ്മളൊരു നിലപാടെടുത്തത്, ഇത് റഷ്യ നമ്മുടെ സുഹൃത്താണ്, അതുപോലെ തന്നെ ഉക്രൈനും നമ്മുടെ സുഹൃത്തുക്കളാണ്, പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് നമുക്ക് ഒരു ഒരു യുദ്ധത്തോട് യോജിപ്പില്ല, ഈ സമാധാനമാണ് വേണ്ടത്, രണ്ടു കൂട്ടരും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നുള്ള നിലപാടാണ് എടുത്തത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഈ സംഘർഷത്തിലും ഇസ്രായേൽ ഇറാനും തമ്മിൽ നടന്ന സംഘർഷത്തിലും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറാവാതെ ഈ സംഘർഷത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് സമവായത്തിൻ്റെയും ചർച്ചയുടെയും മാർഗത്തിലേക്ക് വരണമെന്നുള്ള നിലപാടെടുത്തത്. അതിൻ്റെ നിലപാടെടുത്തതിൻ്റെ കാര്യം, എല്ലാ രാജ്യങ്ങളും ഈ കാലങ്ങളിൽ നാം കാണുന്നത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇസ്രായേലുമായി 2014 മുതലെങ്കിലും കൂടുതൽ ശക്തമായത്, മുൻകാലങ്ങളിൽ 92 നമ്മൾ ഇസ്രായേലുമായി വളരെ ശക്തമായ ബന്ധം തുടങ്ങിയെങ്കിലും 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ബന്ധങ്ങൾ കുറച്ചുകൂടെ ദൃഢതയുള്ളതായി മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ദൃഢതയുള്ളതായി മാറിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇസ്രായേൽ ഭരണകൂടം പിന്തുടരുന്ന പ്രത്യയശാസ്ത്ര നിലപാടുകളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ ഗവൺമെൻറ് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള ഒരു ഹൃദയ ഐക്യമുണ്ട്. ആ ഐക്യപ്പെടൽ, ആശയപരമായ ഐക്യപ്പെടൽ ഇവരുടെ ബന്ധത്തെ ദൃഢമാക്കിയിട്ടുണ്ട്. ഒന്ന്. രണ്ട്, നമുക്ക് അവരുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രാജ്യവുമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക രംഗത്തും കാർഷിക സാങ്കേതിക രംഗത്തും എല്ലാം മെച്ചപ്പെട്ട ആയുധം വാങ്ങുന്ന കാര്യത്തിലുമൊക്കെ വളരെ മെച്ചപ്പെട്ട തരത്തിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലുമായി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ സമയത്ത് പോലും ഈ പാലസ്തീനെ ഐക്യരാഷ്ട്ര സംഘടനയിൽ പല സന്ദർഭങ്ങളിലും ഈ ലോകത്തിൻ്റെ ഭൂരിപക്ഷം രാജ്യങ്ങളിൽ നിന്ന സന്ദർഭങ്ങളിൽ പോലും നമ്മൾ അതോടൊപ്പം വോട്ട് ചെയ്യാതെ നിന്ന സന്ദർഭമുണ്ട്, വോട്ട് ചെയ്ത സന്ദർഭമുണ്ട്.
ഏറ്റവും ഒടുവിൽ ഈ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രമേയത്തിലും നമ്മൾ പിന്നെ വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തു. അതാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു കാര്യം. ഇറാനുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാണെങ്കിൽ നമുക്കറിയാം, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വാസ്തവത്തിൽ ഇറാനും ഇന്ത്യയും തമ്മിൽ ഈ സാംസ്കാരികമായ ബന്ധം തന്നെയുണ്ട്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് വളരെ വിപുലമായി കിടന്നൊരു കാലത്ത് എന്താണ് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എല്ലാം ഒരു പിന്നെ ഭൂമിശാസ്ത്രമായി കിടന്ന ഭാഗത്ത് ഇന്ത്യയുടെ അയൽരാജ്യമായിരുന്നു ഇറാൻ. അപ്പോൾ പാകിസ്ഥാൻ വിട്ടതിന് ശേഷമാണ് നമ്മുടെ അയൽരാജ്യ പദവി നഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാംസ്കാരികമായ ചരിത്രപരമായ പിന്നെ ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതിന് പുറമെ നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം, ചബഹർ എന്ന് പറയുന്ന പാകിസ്ഥാനുമായി നമുക്ക് ബന്ധം പിന്നെ എന്താണ് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പോകാൻ കഴിയാത്തത് കൊണ്ട് തന്ത്രപരമായ കാരണങ്ങളാൽ ചബഹർ പോർട്ട് നമ്മൾ വികസിപ്പിക്കുകയും ആ ചബഹർ പോർട്ടിൽ എന്ന് പറയുന്നത് ഇറാൻ്റെയാണ്. ആ ഇറാൻ്റെ പോർട്ട് നമ്മൾ വികസിപ്പിക്കുകയും ഇറാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാൻ വഴി സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയായി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ന് മാത്രമല്ല നമുക്കറിയാം, ഈ ഇറാനെതിരായിട്ട് ഇറാൻ ദുർബലമാകുന്നത് ഇന്ത്യക്കും ചില ആശങ്കകൾ ഉണ്ടാക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ദുർബലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രാജ്യം ദുർബലമാകുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. ആ ദൗർബല്യത്തെ അതിജീവിക്കാനൊരു ശ്രമം നടത്തും. അതുകൊണ്ട് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ദുർബലമാകാൻ പാടില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ശക്തമായി തന്നെ നിൽക്കേണ്ടതുണ്ട് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ രാജ്യം ശക്തമായി നിന്നാൽ മാത്രമേ നമുക്ക് അവരുമായി ബന്ധം. നമ്മൾക്കറിയാം, ഈ നമ്മുടെ ഈ ഉപരോധം ഏർപ്പെടുന്നതിന് മുമ്പ് ഈ ഏറ്റവും അധികം ഓയിൽ നമ്മൾ വാങ്ങിച്ചിരുന്നത് ഇറാനിൽ നിന്നാണ്. അതും ഉദാര വ്യവസ്ഥയിലാണ് നമുക്ക് ഓയിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ഓയിൽ റിഫൈനറികൾ പലതും ഇറാനിൽ നിന്നുള്ള ഓയിൽ റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചതാണ്. അപ്പോൾ അത് ഇല്ലാതായതോടുകൂടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നമുക്ക് ഇപ്പം നമ്മൾ വളരെ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇസ്രായേലുമായിട്ടും ഇന്ത്യക്ക് ശക്തമായ ബന്ധമുണ്ട്, ഇറാനുമായി ശക്തമായ ബന്ധമുണ്ട്. അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ട് രാജ്യങ്ങളെന്നല്ല, ഒരു രാജ്യങ്ങളും തമ്മിലും സംഘർഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സമാധാനത്തിൻ്റെ പാതയാണ് വേണ്ടത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായും. ശ്രീത്ത്, നമുക്കറിയാം ഇറാൻ്റെ അടുത്ത സുഹൃത്ത് റഷ്യയാണ്. അവർ മറ്റൊരു യുദ്ധത്തിൽപ്പെട്ട് കിടക്കുന്നു. സിറിയയിലാകട്ടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഹിസ്ബുള്ളയുടെ തകർച്ച വലിയ ഘടകമാണ്. ഇറാൻ അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ദുർബലമാണ് എന്നുള്ള വ്യാഖ്യാനമുണ്ട്. പക്ഷേ അപ്പോഴും ഈ കരാറുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ദുർബല രാജ്യത്തിൻ്റെ ഒരു പരിരക്ഷ, അവർ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു പക്ഷേ ഇത്തരം ആണവായുധ സംവിധാനങ്ങളുണ്ട് എന്ന് കുറഞ്ഞ പക്ഷം ലോകത്തെ ബോധ്യപ്പെടുത്തുകയെങ്കിലും ആയിരിക്കും. അവിടെ ചില കരാറുകളിൽ അവരെ ബന്ധിപ്പിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം കൂടിയില്ലേ? ലോകത്തെ ശാക്തിക ചേരികൾക്ക് മാത്രം ആണവായുധങ്ങളാകാം, മറ്റാരും അത്തരം സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്ന് പറയുന്നതിനകത്ത ഒരു ഇരട്ടത്താപ്പ് കൂടി ഇറാൻ പലപ്പോഴും ചോദ്യം ചെയ്ത് കണ്ടിട്ടുണ്ട്. അല്ല രഞ്ജിത്ത്, അതിൽ വളരെ കൃത്യമായിട്ട് ഈ IAEA എന്ന് പറയുന്ന ആറ്റമിക് ഏജൻസി ബോഡി അവർ ഇറാനോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് അവർ സൈൻ ചെയ്തിരിക്കുന്ന നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റിയിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് പൂർണ്ണമായിട്ട് സഹകരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 6 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇല്ല എന്നുള്ളതാണ്. 2019 ശേഷം തുടർച്ചയായിട്ട് ഒരു സിഗ്നറ്ററി ആണെങ്കിൽ പോലും അവർ ഇതുമായി സഹകരിക്കുന്നില്ല. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. രണ്ടാമത്തേത് സാങ്കേതികമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇവർ നൽകുക എന്നുള്ളതാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഏജൻസിയുടെ മുന്നിൽ വന്നിരിക്കുന്ന 3 സ്ഥലങ്ങൾ, ഈ 3 സ്ഥലങ്ങളിൽ ഇവർ ആണവ കേന്ദ്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അവിടെ യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് എന്ത് ആവശ്യത്തിനാണ്, സിവിലിയൻ ആവശ്യത്തിനാണോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ, ഈ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഈ ബോഡിക്ക് ഇവർ യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും നൽകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ചോദിക്കുന്ന ചില ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ 2% മാത്രം യുറേനിയം എൻറിച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് പൊടുന്നനെ ഏതാനും ചില മാസങ്ങൾക്കകം അതിനെ പടിപടിയായി ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 60% പ്യൂരിറ്റിയിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 60% പ്യൂരിറ്റിയിലേക്ക് ഇത് എൻട്രി ചെയ്തിരിക്കുന്നത് പുറം ലോകത്തിനെ അറിയിക്കാതെ, അവരുടെ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്തിരിക്കുമ്പോൾ ആ ട്രീറ്റിയുടെ ഭാഗമായിരിക്കുന്ന ഏജൻസിയെ അറിയിക്കാതെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഇറാൻ മറുപടി നൽകാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ അതിന് മറുപടി പറയണം എന്നുള്ളതാണ് ഈ ബോഡി പറയുന്ന രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത് ഫെസിലിറ്റികളെ നോട്ടിഫൈ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫെസിലിറ്റികളെ നോട്ടിഫൈ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്ന 3
സ്ഥലങ്ങളുണ്ട്. ഈ 3 സ്ഥലങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഫോർദോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അത് ടെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ ബാക്കിയാണ്, ഒരു ചെറിയ ഫെസിലിറ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഡിക്ലറേഷൻ പോലും ഇറാൻ്റേത് വരുന്നത് ഈ ഏജൻസി ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ സിഗ്നറ്ററി ആയിരിക്കുന്ന ഒരു രാജ്യം ഇത് നേരത്തെ തന്നെ ഇവരെ അറിയിക്കേണ്ടതാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ കോഡ് 3.1-ൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3.1-ൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇതിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്വാൻസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിശോധനകൾക്ക് വിധേയമാക്കുക. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കോഡാണ് ഈ 3.1. അത് കംപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സിഗ്നറ്ററി ആയിട്ട് അത് കംപ്ലൈ ചെയ്യാതെ അവർ ഇരിക്കുകയും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് 6 വർഷമായിട്ട് തുടർച്ചയായിട്ട് മറുപടികൾ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണ്? സ്വാഭാവികമായിട്ടും ഈ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാനുള്ളത് ഇത് UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് പോകാനായിട്ട് ശുപാർശ കൊടുക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇറാന് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകും. അന്താരാഷ്ട്ര രംഗത്ത് പല സാങ്ഷൻസ് അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ IAEAയുടെ ബോഡി ഓഫ് ഗവർണൻസിന്റെ മീറ്റിംഗിലേക്ക് ഇത് വരുമ്പോൾ അതിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേവലം 3 രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള റഷ്യയാണ്. പക്ഷേ റഷ്യക്ക് മറ്റേതെങ്കിലും ഒരു കാരണത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ ഇറാനെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർക്ക് ആദ്യം അവിടെ ഫിക്സ് ചെയ്യേണ്ടത് അവരുടെ പ്രോബ്ലമാണ്. അത് ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമത്തെ രാജ്യം ചൈനയാണ്. ചൈന ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ? ഇസ്രായേൽ അപ്പുറത്തെ ചേരിയിൽ നിൽക്കുന്ന സമയത്ത് ചൈന കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളവിടെ ഇൻവോൾവ് ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ട്രേഡുമായി ബന്ധപ്പെട്ട് മറ്റു താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു വഴികളിലൂടെ അവരുദ്ദേശിക്കുന്നത് എന്താണോ അത് നേടാനായിട്ട് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ട് അവർ പങ്കുചേരാനുള്ള ഒരു സാധ്യതയില്ല. മൂന്നാമത്തെ രാജ്യം ബുർക്കിന ഫാസോയാണ്. എന്ന് വെച്ചാൽ ഈ 3 രാജ്യങ്ങളല്ലാതെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇവരെ പിന്തുണയ്ക്കുന്നില്ല. ഏതാണ്ട് 35 പേരുള്ള ഈ ഒരു ബോഡിയിൽ 19 രാജ്യങ്ങൾ ഇറാനെതിരായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്ക, പിന്നെ UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമല്ല മറ്റ് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് 19 പേര് ഇവരെ സപ്പോർട്ട് ചെയ്തപ്പോൾ 11 പേര് പിന്നെ വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. 3 പേര് മാത്രമേ ഇറാൻ ഓപ്പൺ സപ്പോർട്ട് വെച്ച് പറയാൻ വന്നുള്ളൂ. പക്ഷേ ഈ 3 രാജ്യങ്ങളും അവരെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ സഹായിക്കാനായിട്ടുള്ള ഒരു രീതിയിലല്ല, അങ്ങനത്തെ ഒരു പൊസിഷനിലല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ അവരെ ആക്രമിച്ചു ഇസ്രായേൽ, അതിന് തിരിച്ചാക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് ലോങ് ടൈമിൽ ഇവരുടെ ഈ പ്ലാൻ ഇതേ രീതിയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഇതുവരെ അതിന് കിട്ടിയിരുന്ന വേഗം അവർക്ക് ഇനി തുടർന്ന് നിലനിർത്തുന്നതിനും ഒരുപക്ഷെ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഒന്നുകിൽ അവരെന്ത് ചെയ്യണം, ഈ ഒരു പദ്ധതിയിൽ നിന്ന് അവർ ബാക്ക് ഔട്ട് ചെയ്തിട്ട് പോകേണ്ടി വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ട്രസ്റ്റ് ഇൻഡെക്സ് ഉണ്ട്. അതിൽ ഇറാൻ ഇപ്പോൾ തന്നെ ഏറ്റവും താഴെയാണ്. അത് വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങൾ അവർക്ക് നേരെ ഉപരോധവുമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉപരോധവുമായി നിൽക്കുന്ന സമയത്ത് ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങളുമായി മാത്രം ട്രേഡിലേക്ക് പോവുകയോ മറ്റു തരത്തിലുള്ള ഇടപാടുകളും പോയിക്കൊണ്ട് ഒരു രാജ്യത്തിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് വിശാലമായിട്ടുള്ള ട്രേഡിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരു ഓപ്പൺ വിൻഡോ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനെ ലിമിറ്റ് ചെയ്തതിനു ശേഷം ഈ കരാറിനെ കംപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിൽ മാത്രവും എവിടെയെങ്കിലും അവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനായിട്ട്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രാജ്യങ്ങൾക്ക് മാത്രമല്ലല്ലോ ഞങ്ങൾക്കും ഈ ശേഷിയൊക്കെ വേണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ അപ്രോപ്രിയേറ്റ് ഫോറങ്ങളിൽ ഉയർത്തുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഈ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് പ്ലാൻ അത് മുന്നോട്ട് പോകും, പുതിയ സെൻട്രിഫ്യൂജുകളൊക്കെ വരുന്നു എന്നൊക്കെ ഇവർ പറയുമെങ്കിലും അത് മെല്ലെ പോകാനുള്ള സാധ്യതയാണ് റിയലിസ്റ്റിക്കലി ഗ്രൗണ്ടിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ പറഞ്ഞതുപോലെ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകില്ല എങ്കിൽ പോലും ഇറാൻ ആദ്യം മുന്നറിയിപ്പ് നൽകിയത് ട്രംപാണ്. ഇപ്പോൾ ആക്രമണത്തിന് ശേഷവും ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ പിന്മാറണം, കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിൽ. കൃത്യമായി തന്നെ ഇത്തരം അമേരിക്കയുടെ നിരീക്ഷണങ്ങളും അമേരിക്കയുടെ വളരെ ശക്തമായ പിന്തുണയും അമേരിക്ക തന്നെ മുൻകൈയെടുത്തുള്ള ഒരാക്രമണ എന്ന തലത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. അതിനകത്ത് മറുചോദ്യമൊന്നുമില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഇസ്രായേൽ നൽകുന്നത് അമേരിക്കയാണ്. ഈ വിഷയത്തിൽ ആദ്യം ആക്രമണം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയത് ട്രംപാണ്. അങ്ങനെ എല്ലാ തരത്തിലും അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഒരാക്രമണം എന്ന് തന്നെ അമേരിക്ക നേരിട്ട് ചെയ്യേണ്ടത് ഇസ്രായേലിനെ കൊണ്ട് വളഞ്ഞ വഴിയിൽ ചെയ്യിപ്പിച്ചു എന്നല്ലേ കാണേണ്ടത്? രഞ്ജിത്ത്, ഒരു പരിധി വരെ അത് സത്യമുള്ളൂ. കാരണം ഡിപ്ലോമാറ്റിക്കലി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ഒരു ഫ്രണ്ടാണ്, അല്ലെ ഫ്രണ്ട്ഷിപ്പാണ് ഇസ്രായേലുമായിട്ടുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് ഒരു പ്രോക്സി വാർ എന്ന് തന്നെ പറയാം. ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഫൈറ്റ് കഴിഞ്ഞ കുറേ ദശകങ്ങളായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് യുദ്ധം അനിവാര്യമല്ല, യുദ്ധം നിർത്തണം, യുക്രൈൻ റഷ്യ അവിടെ ഒരു പീസ് ട്രീറ്റ് വേണം, ഗാസ ഇസ്രായേൽ ഹമാസ് അത് പീസ് ട്രീറ്റ് വേണം എന്നുള്ള ഒരു ആംഗിളിലാണ് അദ്ദേഹം പരോക്ഷമായിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു പുതിയ യുദ്ധം അദ്ദേഹത്തിന്റെ വാച്ചിൽ നടക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ക്രെഡിബിലിറ്റി കളയുന്ന ഒരു കാര്യമായതുകൊണ്ട്
അവർ ഇതിന് മുൻകൈ എടുത്ത് ലീഡ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇറാന്റെ ന്യൂക്ലിയർ ആ ഒരു കപ്പാസിറ്റി ഡിസ്മാൻഡിൽ ചെയ്യേണ്ടത് എത്രമാത്രം ഇസ്രായേലിന്റെ ആവശ്യമുണ്ടോ, ആഗ്രഹമുണ്ടോ, അതുപോലൊക്കെ തന്നെ അമേരിക്കയുടെയും മറ്റ് പല ലോകരാഷ്ട്രങ്ങളുടെയും കൂടെ ആഗ്രഹമാണ് എന്നുള്ളതുകൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സീത്തൊക്കെ പറഞ്ഞ പോലൊക്കെ തന്നെ പല ആംഗിളിൽ ഇപ്പൊ ഇസ്രായേൽ പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ലോകത്തിലുള്ള ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന സഖ്യരാഷ്ട്രങ്ങളൊക്കെ അവർക്ക് അവരുടേതായ ഹെഡേക്കും പ്രയോറിറ്റീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് ഇതിനൊരു വലിയൊരു ലോഞ്ചിവിറ്റി കാണുന്നില്ല, വരത്തില്ല എന്നുള്ളതാണ് ഒരു ഔട്ട്ലുക്ക് പറയുന്നത്. കാരണം 3 ഒബ്ജക്റ്റീവ് ആയിരുന്നു ഇസ്രായേലിന് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇൻഡയറക്ട്ലി ഉണ്ടായിരുന്നത്. ഒന്ന്, ഇറാന്റെ ഈ ന്യൂക്ലിയർ വെപ്പണൈസേഷനെ തിരിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ അതിനെ വളരെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രൈക്കും വളരെ ടാർഗറ്റഡ് ആയിരുന്നു, ന്യൂക്ലിയർ ഫെസിലിറ്റികളിലായിരുന്നു ടാർഗറ്റ് ചെയ്യുന്നുള്ളത്. രണ്ടാമത്തേത് അതിനെ ഫർദർ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആരാണോ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത്, ആരാണോ, ഏത് ശാസ്ത്രജ്ഞരാണോ അല്ലെങ്കിൽ ഏത് ലീഡർഷിപ്പിന്റെ ആരുടെ നേതൃത്വത്തിലാണോ ഈ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്, അവരെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതും ഒരു പരിധി വരെ ഇസ്രായേൽ നേടിക്കഴിഞ്ഞു. മൂന്നാമത്തേത് ഇനി ടെററൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പേടിപ്പിക്കുന്ന സമയത്ത് തന്നെ ട്രംപ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ 60 ദിവസത്തെ ഗ്യാപ്പ്, 60 ദിവസം കൊണ്ട് നെഗോഷിയേഷൻ എടുക്കാൻ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്, കം ടു ദ ടേബിൾ എന്ന് പറഞ്ഞ് ഇറാനെ ഒരു കോർണറിലേക്ക് പുഷ് ചെയ്ത് ഒരു നെഗോഷിയേഷന്റെ അല്ലെങ്കിൽ ഒരു ട്രീറ്റിയുടെ ഒരു പോസിബിലിറ്റി ഇപ്പോഴും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏതാനും മണിക്കൂർ അല്ലെങ്കിൽ ഏതാനും മിനിറ്റിന് മുമ്പ് വന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ഇതായിരുന്നു. സൺഡേയിലാണ് ഒമാനിൽ എനിക്ക് തോന്നുന്നത് US-ഉം അല്ലെങ്കിൽ ഇറാനുമായിട്ടുണ്ടായിരുന്ന ഒരു പീസ് ട്രീറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നടക്കുവോ ഇല്ലയോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഇറാൻ പറയുന്നത് ഇനി അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം, ഓൾറെഡി ഞങ്ങളെ അടിച്ചില്ലേ എന്നുള്ള ഒരു ടോണിലേക്കാണ് പോകുന്നത്. ചർച്ചകളൊക്കെ വഴിമുട്ടിയിട്ടുണ്ട്. ചർച്ചകൾ ഇനി മുന്നോട്ട് പോകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് 2 തരത്തിലാണ്. ഈ പലസ്തീൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടായിരുന്നു, അതും തടസ്സപ്പെട്ട പശ്ചാത്തലമാണ്. ഇറാനുമായി ബന്ധപ്പെട്ടൊരു ചർച്ച അതുണ്ടായിരുന്നു, അതും തടസ്സപ്പെട്ട വിഷയമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ശ്രീ ജോസ്ലീബ, എല്ലാ തലത്തിലുമുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് മൊത്തത്തിൽ. കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്, സ്വർണ്ണവില കാര്യമായി കുതിച്ചുയരുന്നു. അങ്ങനെ ലോകക്രമത്തെ ബാധിക്കത്തക്ക വിധം ഈ ആക്രമണം മുന്നോട്ട് പോയാൽ, യുദ്ധം മുന്നോട്ട് പോയാൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതിയുമുണ്ടല്ലേ? ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ തന്നെ ടൂറിസം ഒക്കെ നിന്നിട്ട് തന്നെ ഏകദേശം 2 വർഷമായി വാർ തുടങ്ങിയിട്ട്. പിന്നെയും അത് പല ബിസിനസ്സുകളും ഇസ്രായേലിലും തന്നെ നടക്കുന്നില്ല. അതതിനെ ബാധിക്കും. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കുറച്ചു കാലം ആയിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടി ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി വർദ്ധിച്ചു എന്നുള്ളതാണ്. കാരണം നേരത്തെ പലസ്തീനുമായുള്ള സംഘർഷമായിരുന്നു, ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടാകുമ്പോൾ എല്ലാ തലത്തിലും ഇസ്രായേലിൻ്റെ പല മേഖലകളെയും അത് ബാധിക്കുകയാണ്. കാരണം ഇത്തവണ കൂടുതൽ സ്ഥലങ്ങളിൽ മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഡിമോൺ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന്റെ അടുത്ത് വരെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്. അതിൽ റമദ് ഖാൻ, ടെലവീവ് ഏരിയ, സാധാരണ ഇത്രയും അറ്റാക്ക് ഉണ്ടാവാറില്ല. ഉണ്ടായാലും എല്ലാം തന്നെ ഡ്രോൺ നശിപ്പിക്കും. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. സ്ഥിതിഗതികൾ കുറച്ചും കൂടെ ഭയാനകമാണ്. സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം മലയാളികളെല്ലാം സേഫ് ആണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഹമാസ് വാറിൽ നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം 2 ഫ്ലൈറ്റ് അവിടെ നിന്ന് ഇട്ടിട്ടും ആരും കയറി പോരാനുണ്ടായിരുന്നില്ല ഇസ്രായേലിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പം ആളുകളെല്ലാം കുറച്ച് ഭീതിയിലാണ്. ഞാൻ സംസാരിച്ച മലയാളികളെങ്കിലും ഇസ്രായേൽ ആണെന്നുള്ളൊരു ധൈര്യവും അവർക്കുണ്ട് ഒരു വഴിക്ക്. സ്റ്റീഫൻ, അത് തന്നെയാണോ സാഹചര്യം? അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്നുണ്ടോ? മലയാളി സംഘടനകളുമായൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? ഉണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം ഇവർ ഫേസ് ചെയ്യുന്ന, നേരത്തെ ജോസ് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഈ അങ്ങോട്ട്, അതായത് വെക്കേഷന് പോകാനിരിക്കുന്നവരെ ഇത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരാനുള്ളവരെ അത് ബാധിച്ചിട്ടുണ്ട്. കാര്യം ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു റീ എൻട്രി വിസ ഉണ്ട്. അപ്പൊ അതിനൊരു ടൈമുണ്ട്. ആ ടൈമിനകത്ത് വെച്ച് നമ്മൾ ഇവിടെ തിരിച്ച് എൻട്രി ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, നേരത്തെ ജോസ് സൂചിപ്പിച്ച പോലെ തന്നെ ഉള്ള ബുദ്ധിമുട്ടുകൾ നിലവിൽ ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണത്. അത് എന്താണ് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ? അത് എപ്പോഴത്തേക്ക് പരിഹരിക്കപ്പെടും? അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും കൃത്യമായി ലഭിക്കുന്നുമില്ല അല്ലേ? അതിനിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ട് സ്റ്റാർട്ട് ആവണം, ഫ്ലൈറ്റ്സ് എല്ലാം ഓടിത്തുടങ്ങണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആയാൽ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.
സ്റ്റീഫൻ അവിടെ ഇസ്രായേലിലുള്ള നമ്മുടെ അടുത്ത സുഹൃത്താണ്. സ്റ്റീഫനാണ് ഈ ആശങ്കകൾ പങ്കുവച്ചത്. ശ്രീ ജോസഫ് ആൻ്റണി, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇനിയും ഇറാന് ഒരുപാട് മുന്നോട്ട് പോകാനാവില്ല അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ആണവായുധ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടോ മറ്റ് ട്രേഡ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുറകോട്ട് പോക്ക് ഉണ്ടാകേണ്ടി വരുമെന്നുള്ളത് ഇസ്രായേൽ അടിച്ചപ്പോൾ അത് ഇറാൻ്റെ മർമ്മത്ത് തന്നെ എന്നുള്ള രീതിയിലാണോ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്? രഞ്ജിത്ത്, നമ്മൾ വേറൊരു കാര്യം കൂടി മറന്നു പോയിട്ട് ഈ ചർച്ച പോയാൽ ശരിയാവില്ല. നമ്മൾ കാണേണ്ടത്, നമ്മളിപ്പോൾ എല്ലാവരും ഇറാൻ ആണവ ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചയിലാണ് നിൽക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലോകത്തെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ലോകത്തെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാതെ. എന്നാൽ ഈ വിഷയം വളരെ ചർച്ചയായി വന്നപ്പോൾ 2015 ഒബാമയുടെ നേതൃത്വത്തിലും യൂറോപ്യൻ രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ രാജ്യങ്ങൾ പഞ്ചമഹാശക്തികൾ പ്ലസ് ജർമ്മനിയും കൂടെ ചേർന്നിട്ട് ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായി 2015 ജൂലൈ മാസം 14-ാം തീയതി ഒരു കരാർ ഒപ്പിട്ടു. JCPOA എന്ന് പറയുന്ന കരാർ, അതായത് ആണവ കരാർ. ഈ ഇറാൻ ആണവ കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇറാൻ ആണവ കരാർ പ്രകാരം പറഞ്ഞു, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇനി മുതൽ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ ഇനി ആണവായുധം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോവില്ല. ഈ കരാർ ഞങ്ങൾ സമ്പുഷ്ട യുറേനിയം ഞങ്ങൾ മാറ്റുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക്, റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് കടത്തി വിടാൻ നമ്മൾ തയ്യാറാവുന്നു. അതിനുശേഷം 2015 മുതൽ 18 വരെയുള്ള കാലത്ത് അവർ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞതുപോലെ, അവരുടെ പരിശോധനകൾ നടത്തിയതുപോലെ വളരെ സമാധാനപരമായി സൂക്ഷ്മമായി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഈ കുഴപ്പം പറ്റിയത്? കുഴപ്പം പറ്റിയത് ഒന്നാം ട്രംപ് ഭരണകാലത്ത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് പറഞ്ഞു, ഞാൻ ഈ കരാർ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഒബാമ കൊണ്ടുവന്ന കരാറായതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. കാരണം ഒബാമയുടെ ഹെൽത്ത് കെയർ ബില്ലെടുത്ത് കളഞ്ഞതുപോലെ ഒബാമ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് 2018 ഈ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറുന്നു. അമേരിക്ക പിന്മാറുന്നു മാത്രമല്ല, അമേരിക്ക പിന്മാറിയതോടുകൂടി കൂടുതൽ ഉപരോധങ്ങൾ ഇറാനെതിരെ അവർ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്തർദേശീയ നിയമങ്ങൾക്കനുസരിച്ച്, അന്തർദേശീയമായ എഗ്രിമെൻറ്റുകൾക്കനുസരിച്ച് ആ സമാധാന സന്ധിയിലേക്ക് വരാൻ ഇറാൻ തയ്യാറാവുകയും അത് ലോകം അംഗീകരിക്കുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്തിരുന്ന ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരിയുടെ, നമ്മൾ അന്ന് കാണേണ്ട കാര്യം, ഈ ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി അവർക്കുണ്ടാവുന്ന ശേഷി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ട്രംപിനെ അതിൽ നിന്നും തടയാൻ ശ്രമിച്ചു. കാരണം അവർ പറഞ്ഞു, ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല, ഇത് പിന്മാറുന്നതാണ് അപകടം എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ട്രംപിനെ അതിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ട്രംപ് ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ട്രംപിനെ അതിനകത്ത് നിന്ന് പിന്മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം പിന്മാറുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ആ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യം, അങ്ങനെ ഉപരോധത്തിന് വിധേയമാകുന്ന ഒരു രാജ്യം തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ അതിനെതിരെ കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഈ സമ്പുഷ്ടീകരണവും മറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെ അതിനാരാണ് കാരണക്കാരൻ? അതിന് കാരണക്കാരൻ വാസ്തവത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡൻ്റാണ്. അദ്ദേഹം തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അധികാരത്തിൽ ഏപ്രിൽ അദ്ദേഹം പറയണം, ഏപ്രിൽ ഞാൻ നിങ്ങൾക്ക് ഇനി 60 ദിവസം തരികയാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അതിശക്തമായ നടപടികളുമായി ഞാൻ മുന്നോട്ട്. നമ്മൾ ഒന്ന് നോക്കൂ, ലോകത്തൊട്ടാകെ 31 ആണവ രാജ്യങ്ങളുണ്ട്. 31 ആണവ രാജ്യങ്ങളും 9 ആണവായുധം കൈവശമുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമുണ്ട്, ഇസ്രായേൽ ഉൾപ്പെടെ. അപ്പം നമ്മൾ കാണേണ്ട കാര്യം, ഈ 31 രാജ്യങ്ങളിൽ 9 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ആണവായുധം ഉള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൾപ്പെടെയുള്ള ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ആ രാജ്യങ്ങളെയെല്ലാം നമുക്ക് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കാൻ കഴിയുമോ? അതായത് ആണവ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളുണ്ട് ലോകത്ത്. അപ്പോൾ അതുപോലെ ഒരു രാജ്യമാണ് ഈ ഇറാനും. ഈ ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്തുള്ള വേറൊരു നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇസ്രായേലിന് വാസ്തവത്തിൽ ആരാണ്, അതായത് ഒരു രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെതിരായി നടപടിയെടുക്കേണ്ടത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. ആ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്താ ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈ പറഞ്ഞ കണക്ക് നിരീക്ഷണങ്ങളും പഠനങ്ങളും പരിശോധനകളും നടത്തിയതിന് ശേഷമാണ് ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ കഴിഞ്ഞ ദിവസം
ദിവസത്തെ മീറ്റിങ്ങിൽ ഇവർ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചതല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ അവർ സാധാരണ ചെയ്യുന്നത്? അവർ സാധാരണ ചെയ്യുന്നത് അത് ഈ രാജ്യത്തുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുകയും ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിനെ അറിയിക്കുകയും ചെയ്യും. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലാണ് പിന്നെ നടപടികൾ എടുക്കേണ്ടത്. കാരണം അവർക്ക് പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താം, കാര്യങ്ങൾ അന്വേഷിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ ഐക്യരാഷ്ട്ര സമിതിയുടെ സുരക്ഷാ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തിനെതിരായിട്ട് മിലിറ്ററി ആക്രമണം നടത്തണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെയുള്ള, അതായത് അന്തർദേശീയ തലത്തിൽ ഈ രാജ്യത്ത് ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ. അതായത് അവർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം മറ്റാരോടും പിന്നെ ആരും ഏൽപ്പിക്കാതെ ഇസ്രായേൽ ഈ ആക്രമണവുമായിട്ട് വരിക ചെയ്ത്. ഇസ്രായേലിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്രായേൽ എങ്ങനെ ആണവായുധം ഉണ്ടാക്കിയത്? ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കിയത് 1948 ബെൻഗൂറിയൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തോന്നി നമുക്ക് ആണവായുധം ഉണ്ടാക്കണം. ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുള്ള അമേരിക്കയുടെ അറിവില്ലാതെ ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം ആണവായുധം രഹസ്യമായി വികസിപ്പിക്കാൻ തുടങ്ങി. ആണവായുധം രഹസ്യമായി വികസിപ്പിക്കാൻ തുടങ്ങിയത് 1960 അമേരിക്കൻ ഭരണകൂടം കണ്ടുപിടിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം അന്ന് ഐസനോവർ ബെൻഗൂറിയനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ബെൻഗൂറിയൻ പറഞ്ഞത്, ഞങ്ങൾ ആണവായുധം സമാധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ പറയുന്ന മറുപടിയാണ് അന്ന് പിന്നെ ഇദ്ദേഹം പറഞ്ഞത്, ബെൻഗൂറിയൻ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു? 1967, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, 1967 ആണവ ബോംബ് അവർ സൃഷ്ടിച്ചു. അവർ പരീക്ഷിച്ചില്ല, ആണവ ബോംബ് സൃഷ്ടിച്ചു. ഇത് മനസ്സിലാക്കി, ഇത് തിരിച്ചറിഞ്ഞു അമേരിക്ക തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 1968 മുതൽ ഈ ആണവ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു ആണവ നിർവ്യാപന കരാർ NPT എന്ന് പറയുന്ന കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് 1967 ഇസ്രായേലിന് ബോംബുണ്ട് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൊണ്ട് ഈ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടിച്ചത്. ശരി, ശ്രീത്ത് അതിന് മറുപടി വേണം. കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അവരുടെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചുറ്റുപാടും നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വെക്കാൻ വേണമല്ലോ. ഇസ്രായേലും സമാനമായി തന്നെ ആണവായുധം കൈവശമുള്ള രാജ്യമാണ്. അല്ല, നോക്കൂ, ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ കുറേ കാര്യങ്ങൾ ഒരു അണ്ടർ റീഡിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒബാമ ഉണ്ടാക്കിയിരിക്കുന്ന ഡീലിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയി എന്ന രീതിയിലത്തേക്ക് അതിനെ വളരെ ലളിതവൽക്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. കാരണം ട്രംപ് അവിടെ പറയുന്നത് ഇതൊരു ബാഡ് ഡീലാണ് എന്നാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രശസ്തമായിരുന്നു ആ കാലത്ത്. ഇറ്റ്സ് എ ബാഡ് ഡീൽ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. കാരണം ഈ JCPOA എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുന്നതിനായിരുന്നില്ല, ബാലിസ്റ്റിക് മിസൈൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു പദ്ധതിയാണ്. അതിലെ ഒരേ ഒരു സിഗ്നറ്ററി അമേരിക്ക ആയിരുന്നില്ല താനും. അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന ഒരേ ഒരു സിഗ്നറ്ററിയാണ് അമേരിക്ക. UK ഇതിലുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈനയുണ്ട്. ഇവരെല്ലാവരും തന്നെ ആ ഡീലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡീൽ വഴി ചെയ്തിരുന്നത് എന്താണ്? ഇവരുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുകയും ആ കൺട്രോൾ ചെയ്യുന്നത് വഴി അവർക്ക് കുറച്ച് അതിന് സഹകരിക്കുന്നത് കൊണ്ട് അവർക്ക് കുറേയധികം എക്കണോമിക് ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതിലെല്ലാ രാജ്യങ്ങളും ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ അവർ റിലേ ചെയ്തിരുന്നത് അമേരിക്കയാണ്. പക്ഷേ ട്രംപ് അവിടെ വന്നതിന് ശേഷം ട്രംപ് അതിൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ പ്രശ്നം, ഇത് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുകയാണ് എങ്കിൽ പോലും എത്രത്തോളം ബാലിസ്റ്റിക് മിസൈൽ ഈ പദ്ധതി വഴി ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നതിന് ക്യാപ്പ് ചെയ്യുന്നില്ല. ഇതിനൊരു അപ്പർ ലിമിറ്റ് ഇല്ല. എത്ര വേണമെങ്കിലും അവർക്ക് നിർമ്മിക്കാം എന്ന രീതിയിലത്തേക്ക് അവരെ അനുവദിച്ചാൽ അത് വളരെ വലിയ ഡിസ്പാരിറ്റി ഈ മേഖലയിൽ ഉണ്ടാക്കും എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. 2, ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറുന്ന, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന, നമ്മൾ സിവിലിയൻ ഇതല്ല പറയുന്നത്, മറിച്ച് ആർമിയുടെ ഭാഗത്തു നിന്ന് അവരെ സഹായിക്കുന്ന രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റി അവർ ഡെവലപ്പ് ചെയ്യുന്നതിനെ ഈ ഡീൽ ഒരു തരത്തിലും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പോയിന്റ്. ഇത് വളരെ കൃത്യമായിട്ട് അത് സ്റ്റേറ്റ് ചെയ്തിരുന്ന പോയിന്റാണ്. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റി ബാലിസ്റ്റിക് പ്രോഗ്രാമിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഈ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആരും തന്നെ കൺസേൺഡ് അല്ല. നിലവിൽ ഇറാൻ മറ്റു പല രാജ്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് നിങ്ങൾ നോക്കുക. അതിൽ ഉദാഹരണം പറഞ്ഞു, രാജ്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ സിറിയ, ഇറാഖ്, ലെബനൻ, യമൻ, ഈ രാജ്യങ്ങളിലുള്ള ഇറാന്റെ ഇടപെടലുകൾ എന്താണെന്ന് നിങ്ങൾ നോക്കൂ. അത് നോക്കിയതിനു ശേഷം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിയില്ല. സോ ഇറ്റ് ഈസ് എ ബാഡ് ഡീൽ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ട്രംപ് ഇതിൽ നിന്ന് പിന്മാറുന്നത്. അല്ലാതെ ഒബാമ ഉണ്ടാക്കിയിരുന്ന കരാർ ആയതുകൊണ്ട് ഇദ്ദേഹം കേവലം ഒന്ന് വെറുതെ പിന്മാറുകയായിരുന്നില്ല. മറിച്ച് അതിന് വളരെ കൃത്യമായിട്ടുള്ള കാര്യമുണ്ടായിരുന്നു. കൂടുതൽ പ്രഷറാണ് ഇവർക്ക് മേൽ ഉയർത്തേണ്ടത് എന്ന് പറഞ്ഞ് മാക്സിമം പ്രഷർ, ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്.
മാക്സിമം പ്രഷർ എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ എക്സേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പൊസിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. അത് എത്ര കൃത്യമായിരുന്നുവെന്ന് 2018 ഈ കരാറിൽ നിന്ന് ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന അമേരിക്ക എക്സിറ്റ് ചെയ്തതോടുകൂടി വ്യക്തമാവുകയാണ്. 2018 മുതൽ റാപ്പിഡായിട്ട് ഇവർ ന്യൂക്ലിയർ ഗ്രോത്തിലേക്ക് രഹസ്യമായിട്ട് ഇവർ പോവുകയാണ്. എന്ന് വെച്ചാൽ ഈ വെപ്പൺറി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സീക്രട്ടായിട്ട് ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ഇവർ ബിൽഡ് ചെയ്യുന്നു. നോൺ കംപ്ലയൻസ് കൂടുതലായിട്ട് അവർ വരുത്തുന്നു. ഫുൾ കംപ്ലയൻസ് വാഗ്ദാനം ചെയ്തിട്ട് NPTയിൽ അവർ സൈൻ ചെയ്തതിന് ശേഷവും നോൺ കംപ്ലൈന്റ് ആയിട്ട് അവർ തുടരുന്നു. 6 വർഷമായിട്ട് 2018 എക്സിറ്റ് ചെയ്തതിന് ശേഷം 2019 മുതൽ 2025 വരെ ഈ ഇന്റർനാഷണൽ ആറ്റമിക് ഏജൻസിക്ക് ഇവിടെ ഒരു പരിശോധന പോലും നടത്താനായിട്ട് ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവർ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇറസ്പോൺസിബിലിറ്റി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ട്രംപിന്റെ ഒരു ദീർഘവീക്ഷണമാണ്. അല്ലാതെ ഒബാമ ഉണ്ടാക്കിയ കരാറിൽ നിന്ന് ഞാനങ്ങ് പിന്മാറിയേക്കാം, എനിക്ക് ഒബാമ ഇഷ്ടമല്ല എന്നല്ല, അതൊരു അണ്ടർ റീഡിംഗ് ആണ്. 2018 അമേരിക്ക പിന്മാറിയതോടുകൂടി ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങിയത് കൂടിയിട്ടാണ് IAEAക്ക് അവിടെ പ്രവേശനം ഇല്ലാതായി പോയത്. അതിന്റെ ഉത്തരവാദി ട്രംപാണ്. അതായത് ഒരു കരാർ ചെയ്തതോട് കൂടിയിട്ടാണ് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ള കാര്യം അതെന്തുകൊണ്ടാണ് പറയുന്നത്? കരാർ അട്ടിമറിക്കപ്പെട്ട കരാറിലെ വ്യവസ്ഥ പാലിക്കാൻ ഏത് രാജ്യത്തിനാണ് ഉത്തരവാദിത്തമുള്ളത്? അത് പറയൂ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അങ്ങ് കയറി സംസാരിച്ചാൽ അങ്ങയുടെ പോയിന്റ് വിജയിച്ചു. കരാർ തകർന്നു കഴിഞ്ഞാൽ ആ കരാറിന്റെ ഉപാധികൾ ഒരു രാജ്യം മാത്രമായിട്ട് എങ്ങനെ പാലിക്കാൻ പറ്റും? ആ കരാറിൽ നിന്ന് ഒരു സിഗ്നറ്ററി പിന്മാറിക്കഴിഞ്ഞാൽ ആ കരാറിലുള്ള മറ്റ് രാജ്യങ്ങളാണ് UK, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി, ഇവരെല്ലാം ഉണ്ട്. അമേരിക്കയാണ് വീണ്ടും ഏർപ്പെടുത്തി. അമേരിക്കയാണ് എന്താണ് രാജ്യം എങ്ങനെയാണ് ആ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? അമേരിക്ക പോലെ. അതായത് ശ്രീ ജോസഫ് ആന്റണി പറയുന്നത് നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നേ. നിങ്ങൾ പറയുന്നത് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ രഹസ്യമായിട്ട് ന്യൂക്ലിയർ കപ്പാസിറ്റി അങ്ങ് ബിൽഡ് ചെയ്തോണം അല്ലേ? ഇസ്രായേൽ രഹസ്യമായിട്ട് ആണവായുധം ഉണ്ടാക്കിയ ആണവായുധം ഇറാനെതിരായിട്ട് ഒരു കാര്യത്തിലെ NPT എന്ന് പറയുന്ന ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒരു കാലത്തും സിഗ്നറ്ററി അല്ല ഇസ്രായേൽ. ഇന്ത്യ അതിനകത്തിൽ പൂർണ്ണമായ സിഗ്നറ്ററി അല്ല. അതാണ് അന്തസ്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സിവിലിയൻ കാര്യങ്ങളിൽ ഞങ്ങൾ ഇത് സഹകരിക്കാം, മറ്റു കാര്യങ്ങളിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറയുന്ന അന്തസ് ഇന്ത്യ കാണിച്ചതുപോലെ തന്നെ അവിടെ ഇസ്രായേലും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് ചെയ്തത് എന്താ? എന്തുകൊണ്ട് പറയുന്നില്ല? ആ അന്തസ് മാവിയാക്കി ഇസ്രായേലിനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ആ അന്തസ്സോട് കൂടിയിട്ട് ലോകസമക്ഷമൊന്നും പറയാത്ത എന്തുകൊണ്ടാണ് ഇസ്രായേൽ? മൊർദെക്കായി ഉനൂനു വന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ കയ്യിൽ ആണവ ബോംബുണ്ട് എന്ന് ഒരു വിസിൽ ബ്ലോവർ പറഞ്ഞപ്പോഴല്ലേ ലോകം അറിഞ്ഞത് പിന്നെ ഇസ്രായേലിന്റെ കയ്യിൽ ആണവ ബോംബുണ്ടെന്ന്. എന്തുകൊണ്ടാണ് ഈ അന്തസ് മാവിയാക്കിയുള്ള ഇസ്രായേൽ മുമ്പോട്ടൊന്നും പറയുന്നില്ല? പോയിന്റിനെ കവർ ചെയ്യുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കാതിരിക്കുക. ഇന്ത്യ ചെയ്തിരുന്നത് എന്താണ്? 1970-കളിൽ ഇന്ത്യ പൊഖ്രാനിൽ ആണവ വിസ്ഫോടനം നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ദാ ഇവിടെ നമുക്കിതുണ്ട് എന്ന്. അതുവരെ ആരാ അറിഞ്ഞത്? ഏത് കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇത് ഉണ്ടാക്കിയത്? ഇന്ത്യക്ക് തോന്നി ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണെന്ന് ഇന്ത്യക്ക് തോന്നിയത് കൊണ്ട് ഇന്ത്യ ഇത് ചെയ്തു. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ല. എന്റെ രാജ്യത്തെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദ്യത്തിന് മറുപടി പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി കേൾക്കേണ്ടതില്ല എങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ. NPT എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾ സൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാം സിവിലിയൻ ആണെങ്കിലും ആർമിയുടേതാണെങ്കിലും നിങ്ങൾ അതിന് കംപ്ലയൻസിന് വിധേയമാണ്. ഇന്ത്യ അങ്ങനെയല്ല, ഇസ്രായേൽ അങ്ങനെയല്ല. അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടിരിക്കുന്ന ആളാണ് ഇറാൻ. ആ ഇറാൻ എന്നിട്ട് എന്താ ചെയ്തത്? ഞങ്ങൾ ആ ഒപ്പിട്ടിട്ട് ഞങ്ങൾ അതിനകത്തിൽ ട്രീറ്റിയിലുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ മിലിറ്ററി ഡെവലപ്മെന്റും ഞങ്ങൾ നിങ്ങളോട് പറയും, എന്നിട്ട് മിണ്ടാതിരുന്ന് രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ ഇറാനെ പൊക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് ധാർമ്മികത ഇല്ലാതെയുള്ള ഡെവലപ്മെന്റ്. ശരി, സമയക്കുറവ് ഇടപെടുകയാണ്. നന്ദി ശ്രീജിത്ത്, ശ്രീ ജോസഫ് ആന്റണി, ശ്രീ സജിമോൻ ആന്റണി, ഒപ്പം ജോസ് ലീബ, എല്ലാവർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രേക്ഷകർക്കായി ചോദ്യം, ഇസ്രായേലിന് തിരിച്ചു നൽകാനുള്ള ശേഷി ഇറാൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു. ഉണ്ട് എന്ന് 49% ആളുകളും ഇല്ല എന്ന് 48% ആളുകളും അഭിപ്രായപ്പെട്ടു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.